ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചായയുടെ പലഹാരമാണ്. ഇപ്പം നമ്മൾ കുറേ ദിവസമായി അടുപ്പിച്ചിട്ട് ഇങ്ങനെ ചായ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക. എല്ലാ ചായ പലഹാരം ഞാൻ ഉണ്ടാക്കിയ എല്ലാ ചായ പലഹാരങ്ങളുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴം പൊരിച്ചാണ്. ഈന്തപ്പഴം പൊരിച്ചതിന് മറ്റുള്ള നാടുകളിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പേര് ഉണ്ടെങ്കിൽ അതൊന്ന് എന്നോട് പറഞ്ഞു തരുമോ? കാരണം എൻ്റെ ലാംഗ്വേജിൽ കുറേ ആൾക്കാർ ഇങ്ങനത്തെ കുറേ കുഴപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ലാങ്ങിൽ സംസാരിച്ചു പോകുന്നതിന് കുറേ പേര് കുറേ കാര്യങ്ങൾ ഇത് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈന്തപ്പഴം പൊരിക്കാനായിട്ട് ഞാനിവിടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് അതെന്തായാലും ശ്രദ്ധിച്ച് നോക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൊത്തനും പുഴുവെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എത്ര വിലേൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം വരുന്ന ഈന്തപ്പഴത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതായത് ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തു. അതിലേക്ക് 1 കപ്പ് മൈദ ഞാനിവിടെ ആഡ് ചെയ്യലാണ്. അപ്പം ഉപ്പ്, ഇതിൻ്റെ മധുരമൊക്കെ ഈത്തപ്പഴത്തിൻ്റെയും ഇതിൻ്റെ അകത്തിടുന്ന പഞ്ചസാരയുടെയൊക്കെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്തു. പിന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാര. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകരുത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. നമുക്കിതിൻ്റെ കൂട്ട് കുറച്ചൊരു തിക്കായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പം അതിനകത്തെല്ലാം കോട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഭയങ്കര ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിന് കോട്ടിങ് വരില്ല. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കണം. ഇവിടെ നമ്മുടെ മിക്സ് ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് ആ ബബിൾസ് വരാം. ബബിൾസ് അല്ല, ഒരു കട്ട പിടിച്ചിട്ട് വരാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ മിക്സ് ആകണം. ഇനി അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആകണം എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. എങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഈത്തപ്പഴം നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഈത്തപ്പഴം കൂടി ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ചതഞ്ഞ് വരാതെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ ഇതിന്ന് റൗണ്ട് എടുത്ത് ഒരു ബോൾ രൂപത്തിൽ ആക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കുഴപ്പമില്ല. മുഴുവനായിട്ട് നന്നായിട്ട് മിക്സ് അടിഞ്ഞ് വരണമെന്നില്ല. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തത് നമ്മുടെ കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചു. അതുപോലെ ഈത്തപ്പഴം കൂടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഇതിൻ്റെ അകത്ത് ഈ കൂട്ടിൻ്റെ അകത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഞാനിവിടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് റോൾ ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കിത് നമ്മുടെ ഈത്തപ്പഴം നന്നായിട്ടൊന്ന് നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അത്രത്തോളം വലിപ്പത്തിൽ ഓരോ ബൗളുകളാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബോളാക്കി വെച്ച ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നന്നായിട്ട് എന്താ പറയുക, കോട്ട് ചെയ്തെടുക്കുക. ഈ കോട്ട് ചെയ്തെടുത്തത് നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസിലേക്ക് ഫുള്ളായിട്ട്, അതായത് അതും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാക്കിയുള്ള ഇതും ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ഈ 2 മിനിറ്റിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബോൾസ് ഒന്നുകൂടെ അതേ ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടി നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പം കൂടുതൽ അതിൻ്റെ കോട്ടിങ്ങിന് കൂടുതൽ കട്ടിയും കിട്ടും. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കുറയും. അതുപോലെ തന്നെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈന്തപ്പഴം ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഒരു പ്രാവശ്യം കോട്ട് ചെയ്തു. അതായത് നമ്മുടെ ഇതിൻ്റെ മിക്സ്, അതായത് മൈദ വെള്ളത്തിൽ കലക്കി ആ മിക്സിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കോട്ട് ചെയ്ത് അതിനെ ബ്രെഡ് ക്രംസിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്നും കൂടി കോട്ട് ചെയ്തെടുത്തു. അതേ സാധനത്തിന് അതേ റെഡിയാക്കി വെച്ച അതേ ബോൾസ് ഒന്നുകൂടി
ഈ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്നും കൂടി അത് കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ 2 പ്രാവശ്യം ഡബിൾ കോട്ടിംഗ് ആണ് ഇപ്പോൾ ഇതിൻ്റെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവറോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ ചൂടായതിനു ശേഷം നമ്മുടെ ഓരോ ബൗൾസ് ഇതിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. എന്നാൽ പിന്നെ എല്ലാ സ്ഥലത്തും ഒരേപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൽ കൂടുതലായി പോകണ്ട, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മുകളിൽ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നു. ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് ഈത്തപ്പഴം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈത്തപ്പഴം. ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മിക്സിയിൽ നല്ല ഒന്ന് ചതച്ചെടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്താൽ ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റും കഴിക്കാൻ. സാധാരണ ഒരു ഈത്തപ്പഴം അതേപോലെ തന്നെ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഇതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിഥികൾക്കെല്ലാം കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കൊടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ, അതായത് മുകളിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു എന്താ പറയുക ക്രിസ്പി രൂപത്തിൽ വരികയും ചെയ്യും. ഉള്ളിലാണെങ്കിൽ നിറയെ ഈത്തപ്പഴവും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ആയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പം പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു ഡിഷുമായിട്ട് കാണാം. അതുവരെ ബൈ.